എയർ ഇന്ത്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ചില എയർ ഇന്ത്യകളുടെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. നമ്മുടെ ആനവണ്ടിയുടെ, അതായത് കട്ടപ്പുറത്തിരിക്കുന്ന ആനവണ്ടിയുടെ സീറ്റുകളോടും മറ്റും എയർ ഇന്ത്യയുടെ സീറ്റിനെ ഉപമിച്ച കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നതും അത്തരത്തിലൊരു കഥ തന്നെയാണ്. ഡെറാഡൂണിലേക്കുള്ള എയർ ഇന്ത്യ AI691 വിമാനത്തിൽ എലിയെ കണ്ടതിനെ തുടർന്ന് വിമാനം സർവീസ് റദ്ദാക്കിയിരിക്കുന്നു. വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇവിടെ വെച്ച് വാരണാസിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ എലിയെ കണ്ടെത്തുകയായിരുന്നു. വിമാനത്തിനകത്ത് വെച്ച് എലി കയറിയാൽ പല വയറുകളും കടിച്ചു മുറിക്കും. അതുമാത്രമല്ല, സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ പൈലറ്റുമാരുടെ നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും. വിമാനം അപകടത്തിൽപ്പെടാനും ഇതിനേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനം പുറപ്പെടുന്നതിനായി വൺവേയിലൂടെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ വിമാനത്തിലുള്ളൊരു എലിയെ കണ്ടെത്തിയത്. തുടർന്ന് വിമാനം അടിയന്തരമായി തിരികെ എത്തിച്ച് യാത്രക്കാരെ ഇറക്കുകയായിരുന്നു. എലിയെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടെ യാത്രക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടുകൂടി വിമാനം റദ്ദാക്കുകയായിരുന്നു. അതിനുശേഷം മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ അയക്കുകയും ചെയ്തു. തുടർന്ന് ന്യൂഡൽഹിയിൽ നിന്ന് എഞ്ചിനീയർമാരെ വിളിച്ചു വരുത്തി എലിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. എലിയെ കണ്ടെത്താനായി വിമാനത്തിനുള്ളിൽ കീടനാശിനി വരെ പ്രയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. 12 മണിക്കൂറോളം വിമാനം അടച്ചിടുകയും ചെയ്തു. എന്നിട്ടും എലിയെ കണ്ടെത്താനായില്ല. ഇത്ര ദാരിദ്ര്യമാണ് എയർ ഇന്ത്യയുടെ അവസ്ഥ. എന്തായാലും ഇപ്പോൾ നഷ്ടത്തിൽ പറക്കുന്ന എയർ ഇന്ത്യയുടെ 100% ഓഹരികളും വിൽക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കനത്ത സാമ്പത്തിക ബാധ്യതയാണ് കമ്പനിയെന്നും സ്വകാര്യവൽക്കരണം അത്യാവശ്യമായി വന്നിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 2018 76% ഓഹരികൾ വിൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആരും വാങ്ങാത്തതിനാൽ ഇപ്പോൾ മുഴുവൻ ഓഹരികളും വിൽക്കുവാൻ ശ്രമിക്കുകയാണ്. ഇനി ആരും വാങ്ങുവാൻ വന്നില്ലെങ്കിൽ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരുമെന്നും കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനിയായ ഇൻഡിഗോയും അബുദാബി ആസ്ഥാനമായ എത്തിഹാദും എയർ ഇന്ത്യ വാങ്ങുവാൻ നേരത്തെ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഇതൊന്നും വിജയിച്ചിരുന്നില്ല. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിന് പുറമെയാണ് ഈ വിറ്റൊഴിക്കൽ നടപടി എന്നതും ശ്രദ്ധേയമാണ്.